വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പങ്കുവെക്കുന്നത്. പാലക്കാട് നിന്നും ചിക്കമംഗലൂരിൽ കാണാതായ മലയാളി പെൺകുട്ടി ശ്രീനന്ദയുടെ മൃതശരീരം കണ്ടുകിട്ടിയെന്ന വാർത്തയാണ് വരുന്നത്. തിരച്ചിൽ നടക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടുകിട്ടുന്നത്. 4 ദിവസം മുമ്പാണ് കാണാതാവുന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പം ടൂർ പോയ ശ്രീനന്ദയെ അവിടെ നിന്നും കാണാതാവുകയായിരുന്നു. 1500 അടി താഴ്ചയിലാണ് മൃതദേഹം കണ്ടുകിട്ടിയത് എന്നാണ് മനസ്സിലാവുന്നത്. അവിടെ ദിവസങ്ങളായി തുടരുന്ന തിരച്ചിലിനൊടുവിലാണിപ്പോൾ മൃതശരീരം കണ്ടെത്തിയ എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. പല സംശയങ്ങളും ആ കുടുംബം ഉന്നയിച്ചിരുന്നു. അതിനൊടുവിൽ 1500 അടി താഴ്ച, ഏറെ ഉയർന്ന ഒരു പ്രദേശത്ത് നിന്നുമാണ് ആ കുട്ടിയെ കാണാതാവുന്നത്. പക്ഷേ കുട്ടി താഴ്ചയിലേക്ക് ഇറങ്ങി പോകുന്നതൊന്നും CCTV ദൃശ്യങ്ങളിലൊന്നും കണ്ടെത്തിയിരുന്നില്ല. ഇപ്പോൾ മൃതദേഹം കണ്ടെത്തി എന്നതാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന സംശയം അടക്കം കുടുംബം ഉന്നയിച്ചതുമാണ്. ഇപ്പോൾ ഏകദേശം 2000 അടി താഴ്ചയിൽ നിന്നാണ് ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാവുന്നത്. അവിടെ പൂർണ്ണമായി കുടുംബാംഗങ്ങളടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള തിരച്ചിൽ നടപടികൾ നടക്കുകയാണ്. ഇതിനിടയിലാണിപ്പോൾ മൃതശരീരം കണ്ടുകിട്ടിയിരിക്കുന്നത്. 4 ദിവസം മുമ്പാണ് ഈ കുട്ടിയെ കാണാതാവുന്നത്. ഏറെ ദുഃഖകരമായ വാർത്തയാണ്. കുട്ടിയുടെ മൃതശരീരം അവിടുന്ന് കണ്ടുകിട്ടിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. 2000-ഓളം അടി താഴ്ചയിൽ നിന്നാണ് മൃതശരീരം കണ്ടുകിട്ടിയിരിക്കുന്നത്. കുട്ടി അവിടേക്ക് വീണു പോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചതാണോ, ഇക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും 15 വയസ്സുകാരി ശ്രീനന്ദയുടെ മൃതശരീരം കണ്ടുകിട്ടി എന്ന കാര്യമാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. KV ബൈജു ചേരുന്നു. ബൈജു, നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. തിരച്ചിൽ നടപടികൾ വേഗത്തിലായിരുന്നു. ഇതിനിടയിലാണ് ബോഡി കിട്ടുന്നത്. എന്താണ് വിശദാംശങ്ങൾ? 1500-2000 അടി താഴ്ചയിലേക്കാണ് ബോഡി വീണ് കിടക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അതെ സഹിത്തെ, 1500 അടിയോളം താഴ്ചയുള്ള കൊക്കയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയതായിരിക്കാമെന്ന ഒരു സംശയമൊക്കെ പ്രകടിപ്പിച്ചത്. വല്ലാത്തൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ വേദനാജനകമായ വാർത്ത വരുന്നു, ശ്രീനന്ദയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും എങ്ങനെയാണ് ഈ മൃതദേഹം ഇത്രയും താഴ്ച, 1500-ഓളം അടി താഴ്ചയിൽ ഇത് എത്തിയെന്ന സംബന്ധിച്ച് ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അത്തരം പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്ന്. ഏതായാലും ഇന്ന് രാവിലെ നമ്മൾ ഇവരുടെ ബന്ധുക്കളോട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് വലിയ തോതിലുള്ള തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു. ബന്ധുക്കൾ ഉൾപ്പെടെ, പോലീസ് ഉൾപ്പെടെ, ചിക്കമംഗളൂർ നോർത്ത് പോലീസാണ് അങ്ങനെ വലിയ തോതിലുള്ള പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിനിടയിലാണ്, ആ തിരച്ചിലിനൊടുവിലാണ് ഇത്തരത്തിൽ 1500 അടിയോളം താഴ്ചയുള്ള കൊക്കയിൽ ഇങ്ങനെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും വളരെ വേദനാജനകമായ ഒരു വിവരം തന്നെയാണ്. ചിക്കമംഗളൂരിൽ നിന്നും പാലക്കാട് സ്വദേശിനിയായ 15 വയസ്സുകാരി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന അങ്ങേയറ്റം വേദനാജനകമായ വാർത്തയാണ്. ഏതായാലും ഇപ്പോൾ മറ്റു നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ മൃതദേഹം മുകളിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിയൊക്കെ പുരോഗമിക്കുകയാണ്. അപ്പോഴും ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം ബാക്കിയാവുന്നത്, എങ്ങനെയാണ് ഈ 1500 അടി താഴ്ചയിൽ, കാരണം ഈ 40ഓളം വരുന്ന സംഘം ഒന്നിച്ചായിരുന്നു യാത്ര ചെയ്യുന്നത്. കൃത്യം പറഞ്ഞാൽ 5:20 ഇവരുടെ ഫോട്ടോ, ഇവർ ഒരുമിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിരുന്നു. ആ സമയത്തും ശ്രീനന്ദ ആ ഫോട്ടോയിലുണ്ട്. പിന്നീട് 5-10 മിനിറ്റിനകമാണ് ശ്രീനന്ദയെ അവിടെ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നത്.